ആനകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പിറവന്തൂർ പഞ്ചായത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിലാണ് പുരുഷോത്തമൻ ചേട്ടനും ഓമന ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇന്നലെ ആന വന്ന് മൊത്തം അടയ്ക്കാമരം എല്ലാം എടുത്ത് നമ്മൾ പെരുന്തൂര് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് വന്നതാണ്. അപ്പം രാവിലെ ഇറങ്ങിയ വൈകുന്നേരം വരെ ആനകൾ ഇറങ്ങിയ വീടും ആനകൾ നശിപ്പിച്ച സ്ഥലങ്ങളും ഒക്കെ മാത്രമേ കാണാൻ കഴിയൂ. അത്രയ്ക്ക് രൂക്ഷമായ ആനശല്യമാണ് പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ പഞ്ചായത്തിലെ വിവിധ വനഗ്രാമങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ വനഗ്രാമം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് റേഞ്ചാണ്, പക്ഷേ ഫെൻസിങ് ഒന്നും കാര്യക്ഷമമായിട്ടില്ല, അങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ വീടുകളെല്ലാം മതിൽക്കെട്ട് പോലും ഇല്ലാത്ത വീടുകളാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അവർ പറയും ഇത്ര കാര്യങ്ങൾ, ഞാൻ പറയുന്നതിൽ കൂടുതൽ അവർ നിരന്തരമായി കണ്ടു ഉറക്കമണീറ്റ് രാവിലെ നോക്കുന്നത് ആനയുടെ മുഖത്തേക്കായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയായിരുന്നു നമ്മുടെ ആനയുടെ ശല്യം? ആന രാത്രി ഒരു ചെറിയ സൗണ്ട് കേട്ടു. ഞാൻ ഉണർന്ന് മുറ്റത്തിറങ്ങി നോക്കിയപ്പോ ആന മുറ്റത്ത് നിൽക്കുക. നമ്മുടെ വീടാ പിന്നെ കാണുന്ന വീടാണ്. ഈ വീടിന്റെ മുറ്റത്തേക്കാണ് ആന വന്നതല്ലേ? അതന്നെ മുറ്റത്താ. ഈ കാണുന്നതാണ് ഈ മുറ്റത്ത് നിന്ന് കവുങ്ങെല്ലാം എടുത്തിരിക്കുന്നത്. ഇത് എത്ര ആനയാ വന്നത്? രണ്ടെണ്ണം. ഈ ശബ്ദം കേട്ടായിരുന്നു ആ സമയത്ത്? 2 മണിയായി. 2 മണിയായി. നമ്മള് കണ്ണ് തിരുമ്പി നോക്കുമ്പോ ആനയാ നിൽക്കുന്നത്, ഇല്ലയോ? നമുക്ക് നേരെ ഒന്നും വന്നില്ലല്ലോ. തീറ്റ എടുത്തോണ്ട് ഇന്നേ ഉള്ളൂ. എങ്ങെത്രണ്ണം പോയി ഇതിനകത്ത്? 2 കമുക് 4. ഒരെണ്ണേ ഉള്ളൂ. ഇന്നലെ എടുത്ത കമുക്. ഇത് വലിയ ആനയായിരുന്നു. കാൽപാദം കണ്ടിട്ട് വലിയ ആനയാ. കൊമ്പനാനയായിരുന്നോ? കൊമ്പനും 1 മോഴയുമാ. കമുക് 4. കമുക് 4 ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തിന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലയോ? ഇല്ല, കാറ്റുമഴയായിരുന്നാ. ഇതിനകത്ത് നിന്ന് തേങ്ങയൊക്കെ കുറെ അടത്തി കഴിച്ചെന്ന് തോന്നല്ലേ? കരിക്കെല്ലാം അടത്തി കഴിച്ച്. അത് ഈ തെങ്ങ് തള്ളിയില്ലല്ലയോ? കുറച്ച് തള്ളി. മൂട് ചാഞ്ഞളകിയിരിക്കുകയാണ്. തള്ളി നോക്കി. അപ്പൊ ഇവിടെ ഇത്രയും തീറ്റ ഉണ്ടായോണ്ട് ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് മോളിൽ നിന്നെങ്കിലും ഇറങ്ങി വരുന്നത് ഈ വനത്തിൽ നിന്നല്ല. വാഴ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് കായ്ഫലം ഉള്ളതായിരുന്നു ഈ നിന്നത്? അത് കായ്ക്കാറായി വന്നതാണോ? കൈ വന്നതോ? 4 മൂടുണ്ട്. ആനയെ വിളിച്ച് ഓല വെട്ടിയിട്ട് കൊടുത്താണ് കായ് പോയല്ലേ? എടുത്തോണ്ട് പോയി. ഇപ്പൊ മേളിൽ നിപ്പുണ്ട് ആന. മേളിൽ നിപ്പുണ്ട്, പോയിട്ടില്ല. ഇല്ല പോയിട്ടില്ല, തൊട്ടടുത്ത് നിപ്പുണ്ട്. ഇനിയിപ്പോ ഇത് കണ്ടുപോയോണ്ട് സന്ധ്യ ആകുമ്പോ ഇറങ്ങി വരും. ഈ ചാണ്ടപ്പാറയിൽ നേരത്തെ ആനശല്യം രൂക്ഷമാണല്ലേ? നേരെ പണ്ടില്ലായിരുന്നു, ഇപ്പഴാ അടുത്ത സമയത്ത്. ഈ അടുത്ത സമയത്ത് പുലിയൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആന അത്ര വലിയ പ്രശ്നം ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചോണ്ട് വന്നത്. ഇപ്പൊ ഒരു 4-5 കൊല്ലം കൊണ്ടാണ് മിറ്റത്താണ് വരുന്നത്. അതെ, വനമായിട്ടാണ്. ഇത് വനമാണ്. പക്ഷെ ഇന്നലെ റോഡിൽ കൂടെ നടന്നു വന്നല്ലേ? റോഡിൽ കൂടെ വന്നേ. വനത്തിൽ നിന്ന് നേരെ ഇറങ്ങില്ല. ഇല്ല പോയത് റോഡ് വനത്തിലോട്ട്. ഫോറസ്റ്റ് കൂടെ കയറി. ഫെൻസിംഗ് ഒന്നും ഇല്ലല്ലോ. റോഡിൽ അവിടെ അതെല്ലാം ആ മരത്തിന്റെ അതിലൂടെ കയറി അങ്ങ് പോയല്ലേ? 7 മണി സമയത്ത് എരുത്തിലെടുത്ത് നമ്മുടെ പട്ടിക്കൂടെ എടുത്ത് തിരിച്ച് മറിച്ച് കളഞ്ഞ് മെനഞ്ഞാന്ന്. പിന്നെ നമ്മുടെ വാഴയെല്ലാം എടുത്ത് നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുക. ആൾക്കാരെ ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്ത് ചെയ്യാനൊക്കെ നിരന്തരമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ മുറ്റം വരെ വന്നായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി അപ്പുറത്തെ തെങ്ങൊക്കെ എടുത്തു. കോഴിക്കൂടൊക്കെ എടുത്ത് കളഞ്ഞോ? കോഴിക്കൂടല്ല, പട്ടിക്കൂട്. പട്ടിയെ കൊന്നേനെ. പട്ടി വെളിയിലായിരുന്നെങ്കിൽ എന്തായാലും പട്ടി കൂട്ടിനകത്തായിരുന്നു. ആ കൂട് പട്ടിയെ കൊല്ലാൻ വേണ്ടിയായിരുന്നു കൂടെടുത്ത് മറിച്ച് കളഞ്ഞത്. ഇതിൽ വേണേലും വരും. അങ്ങനെ ഒരുപാടുണ്ട്. ഈ പട്ടിക്കൂട് മറിച്ചിട്ടോ? ഇത് മറിച്ച് അങ്ങ് കളഞ്ഞു. ശരി. ഇത് മൊത്തം കൂടെ ഓടിച്ചങ്ങ് പട്ടി രക്ഷപ്പെട്ടു. ഈ പട്ടി ഉണ്ടായോണ്ടാ ഞങ്ങൾ അറിയുന്നത്. ഏത് വഴിയാ കയറി വന്നേതാ? ഇതുവഴിയാ തിരിച്ചറിഞ്ഞു. ഇതുവഴിയാ കയറി വന്നല്ലേ? തീറ്റ ഉണ്ട്, അതുകൊണ്ടാ വരുന്നല്ലയോ? ഉടയം പറയുണ്ട്. അത് കുഴപ്പമില്ല. ഇത് മെനഞ്ഞാന്നത്തെ പരിപാടിയാ. പിന്നെ അതുകൊണ്ട് നമ്മുടെ അയ്യത്തണ്ട അപ്പുറത്ത് ചെയ്തിട്ട് ഈ വാഴ വാഴ മൊത്തം എടുത്തല്ലേ? മൊത്തം എടുത്തേക്കുന്നു. കുടം വന്നായിരുന്നല്ലേ? വാഴ ഇന്നുകൊണ്ടായിരിക്കും റബ്ബർ ചായ്ക്കാഞ്ഞ. അവിടെ ഇതിപ്പം പിന്നെ നല്ല മണ്ണ് ഒത്തിരി ഇത് നിറച്ച വാഴയായിരുന്നു. അതെല്ലാം എടുത്തു. ഇത് ഇതിലേക്കൂടെ കയറി വന്നു. അതിങ്ങനെ വരുന്ന അങ്ങനെ കാട്ടിക്കിട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ മുകളോട്ട് കയറി വന്നല്ലേ? പിന്നെ അതിലെ കൂടെ വരും. ഒരു വീടിന്റെ അയ്യത്ത് അവിടെ വീടുണ്ടോ? അവിടെ എല്ലാം വീടുണ്ട്. അവരവിടെ ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് കാത്തു വെച്ച് അവരവിടെ ഇങ്ങനെ വന്നിട്ട് ഇടയിൽ കൂടെ പോയി ഇങ്ങനെ വന്നല്ലോ.
പ്ലാവെല്ലാം മറിച്ച് ഭയങ്കര നാശമാണ് കാണിക്കുന്നത്. ഞാൻ ഒരെണ്ണ വന്നേ ഒന്നാണ് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് മൊത്തം ഇവിടെ വാഴയായിരുന്നു. മൊത്തം എടുത്തു മൊത്തം വാഴയായിരുന്നു. കൊലയുള്ളതുണ്ടായിരുന്നു, എല്ലാം കളഞ്ഞു. 1 മാസത്തിന് മുമ്പ് കൊലയുള്ളതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു കളഞ്ഞു. കൊല തിന്നത്തില്ല. ഇത് വന്നപ്പോ അറിഞ്ഞായിരുന്നു? ആദ്യത്തെ ദിവസം അറിഞ്ഞില്ല, നേരം വെളുക്കുന്നിടം വരെ മെനഞ്ഞാന്ന് വന്നത് അറിഞ്ഞു. മഴയില്ലായിരുന്നു. അറിഞ്ഞായിരുന്നു. ഇങ്ങനെ നിരന്തരമായ പിന്നെ എന്തോ ചെയ്യാനാ, കളഞ്ഞു പോകാനൊക്കത്തില്ലല്ലോ. എങ്ങോട്ട് പാന കളഞ്ഞു? ഈ കാപ്പി തിന്നത്തില്ലല്ലേ? കാപ്പി ഇല്ല, വെട്ടി കളഞ്ഞതാ. തീറ്റുണ്ട്, അതുകൊണ്ടാരും കയറി വരുന്നില്ലേ? അപ്പുറത്ത് അവരുടെ അടുത്തിലോ ഏതാണ്ട് മീശം വരെ ഏതാണ്ടെല്ലാം ചരിച്ചു കളഞ്ഞു. അവരുടെ അയ്യത്തിനൊന്നുമില്ല, എല്ലാം തീറ്റ ഉണ്ടായത് അത് മാത്രം ശ്രദ്ധ. തെങ്ങും അവരുടെ അയ്യത്തൊന്നും ഒന്നുമില്ല, ലാഭെല്ലാം മറിച്ചു. പെരുവന്തൂർ പഞ്ചായത്തിലെ ചാങ്ങപ്പാറയിലാണ്. അപ്പോൾ നിരന്തരമായ ആനശല്യം എന്ന് പറയുമ്പോൾ ആനകൾ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചാങ്ങപ്പാറയിലെ മിനിച്ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ വാഴ മൊത്തം എടുത്തിട്ടുണ്ട്. തൊട്ട് മേളിൽ നമ്മൾ പോയ വീട്ടിലും എല്ലാം എടുത്ത് മൊത്തം നശിപ്പിച്ചിട്ടാണ്. അപ്പോൾ ആനകൾ ഇപ്പം തന്നെ ആ കമ്പലിയൻ ഭാഗത്ത് നിൽപ്പുണ്ട്. ആനകൾ ഇറങ്ങുന്ന ഗ്രാമത്തിൽ കൂടിയുള്ള പെരുവന്തൂർ പഞ്ചായത്തിലെ ഗ്രാമത്തിൽ കൂടിയുള്ള യാത്രയാണ്. ഉടനടി തന്നെ ഇതിനൊരു നടപടി ശക്തമായി എടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഫെൻസിങ്ങുകളോ അല്ലെങ്കിൽ കിടങ്ങുകളോ ഒക്കെ എടുത്ത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന കാരണം. നമുക്ക് അടുത്ത കാഴ്ച വീണ്ടും ഉണ്ട്. കാരണം ആനകൾ ഇറങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ചെന്നാൽ ഓരോ വീട്ടിലും ആനകൾ വന്നിട്ട് പോവുകയാണ്. എല്ലാ വീട്ടിലും എല്ലാ ദിവസവും അതിഥികളായി വരുവാണ് ആനകൾ എന്നാണല്ലേ? ഫലവൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളയുന്ന, പ്ലാവുകളും മുറിച്ച് കളയുകയാണ് ആൾക്കാർ, ആന വരാതിരിക്കാം. എങ്കിലും ആനയ്ക്ക് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ തിന്നാനെന്നും പറഞ്ഞ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങണം. കാട്ടിൽ ഭക്ഷണം കുറവായതുകൊണ്ടായിരിക്കും വരുന്നതെന്നാണ് ഇവിടുത്തെ വനവാസികൾ പറയുന്നത്. എന്തെങ്കിലും നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം, അവിടെയും പ്രശ്നങ്ങളുണ്ട്.